ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അലീന അവിടെ നോക്കി നിൽക്കുമ്പോൾ പൗലോസ് അവിടെ മീൻ വെട്ടുന്നുണ്ട്. അപ്പോൾ വിനോദും അടുത്ത് നിൽക്കുന്നുണ്ട്. അലീനനെ കളിയാക്കിയിട്ടാണ് അവർ മീൻ വെട്ടുമ്പോഴോന്ന് പറയുന്നുണ്ട്. വിനോദ് പറയുന്നുണ്ട്, പൗലോസ് ഏട്ടാ നോക്കി വെട്ടണേ, മീനിൻ്റെ അളവും തൂക്കൊന്നും കുറഞ്ഞു പോകല്ലേന്ന്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാനിവിടെ ഒരു സ്കെയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് വെട്ടാം. ഇനിയിപ്പോൾ അളവ് കൂടി പോവുകയാണെങ്കിൽ കുറച്ച് നമുക്ക് പല അനാഥ കുട്ടികൾക്ക് സൂപ്പ് വെച്ച് കൊടുക്കാമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് അലീന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജോലിക്കാരി വരുന്നത്. അപ്പോൾ ജോലിക്കാരിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ നീ കൊണ്ടുപോയി ആടിന് കൊടുത്തോന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. അപ്പോൾ അവൾ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് തന്നെ, നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ജോലിക്കാരിയുടെ സഞ്ചിയിലിട്ട് കൊടുക്കണം. അപ്പോൾ ജോലിക്കാരി പോകാൻ നേരം അലീന പറയുന്നുണ്ട്, നിൽക്ക് അവിടെ പോകാൻ വരട്ടേന്ന്. അതവിടെ വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വല്യപ്പച്ചനും വരുന്നുണ്ട്. എന്താടാ പൗലോസ്, എന്താ കുഴപ്പം ചോദിച്ചിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വല്യപ്പച്ചൻ ഇതിൽ ഇടപെടണ്ട, അതാണ് നല്ലതെന്നും. അത് കഴിഞ്ഞ് പൗലോസേട്ടനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാമെന്നുണ്ടെങ്കിൽ പൗലോസേട്ടൻ ബാക്കി ജോലിയോട് എടുത്താൽ മതി, ഇല്ലെങ്കിൽ ജോലി എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോലിക്കാരി വേഗം എന്നാൽ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട് പോവും. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ശമ്പളം തരുന്നൊരു മുതലാളി ഉണ്ട് എന്ന്. അപ്പോൾ അലീന പറയുകയാണ്, മുതലാളിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരുമല്ലോ, ഞാനിവിടെ ഉണ്ടെന്ന്. എന്നിട്ട് പൗലോസും വലം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അലീന വല്യപ്പച്ച നോക്കുന്നുണ്ട് അലീനയുടെ മുഖത്തേക്ക്. അപ്പോൾ അലീന അവിടെ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. പൗലോസ് മുതലാളിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് പരാതി പറയാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൗലോസ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോവാണ് പരാതി പറയാൻ. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്താ പൗലോസെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ പൗലോസ് പറയാണ്, എനിക്കൊരു സങ്കടമുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, സാറിൻ്റെ മോള് ഇന്നും കിച്ചണിലേക്ക് വന്നു, വെറുതെ എന്നോട് തട്ടി കയറുക, എന്നെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആ ജോലിക്കാരി വന്നിട്ട് വേസ്റ്റ് എടുത്തപ്പോൾ അതും അവരോട് എടുക്കണ്ട, അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു, അവരോടും തട്ടി കയറുക. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അവളോട് പറഞ്ഞതായിരുന്നല്ലോ അവിടേക്ക് പോകണ്ടെന്ന്. ഞാൻ എന്തായാലും കിച്ചണിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അലീനയും വല്യപ്പച്ചനും അവിടെ നിൽക്കുന്നുണ്ട്. അലീനയ്ക്ക് സപ്പോർട്ടായിട്ട് വല്യപ്പച്ചനും ഉണ്ട്. അലീനേനെ വന്ന് സ്റ്റാൻലി ചോദ്യം ചെയ്യുമ്പോൾ അലീനയ്ക്ക് സപ്പോർട്ടായിട്ട് വല്യപ്പച്ചനും ഉണ്ട്. അപ്പോൾ സ്റ്റാൻലി അലീനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പൗലോസിനോട് കൊടുത്ത ജോലിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞത്, അയാളെ ഇവിടെ നിയമിച്ചത് ഞാനാണ്, നീ അയാളെ ഇവിടുന്ന് പിരിച്ചു വിടുന്നൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുകയാണ്, എൻ്റെ അടുത്ത് ഇവിടുത്തെ ജോലിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു സാറേ. ആ ജോലിക്കാരി എന്ത്, അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവളും വിനോദമൊക്കെ അപ്പം തന്നെ പേടിച്ച് പോയി എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പൗലോസിനോട് തല്ലൂട്ടത്തിനൊന്നും ചെന്നിട്ടില്ല, ഞാൻ പറഞ്ഞത് പൗലോസേട്ടനോട് ആ ജോലിക്കാരിക്ക് കൊടുത്ത മീൻ കഷ്ണം അവിടെ വെക്കാനാണ് പറഞ്ഞത്. അത് പൗലോസേട്ടനെ അനുസരിക്കാൻ പറ്റുമോ? അതനുസരിക്കാൻ പറ്റില്ലെങ്കിൽ പൗലോസേട്ടൻ ഇവിടുന്ന് പോയിക്കോ, വീട്ടിൽ നിന്ന് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നിനക്ക് അവൾ പറഞ്ഞ് അനുസരിക്കാൻ പറ്റില്ലേ, അവൾ പറയണത് നിനക്ക് കേട്ടുകൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ശമ്പളം തരുന്ന മുതലാളി ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അലീന പറയാണ്, ആ മുതലാളിയുടെ മോളാണ് പറയണത്, തനിക്ക് അനുസരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ താനോട് ജോലി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിർത്തിപ്പോയിക്കോ, എൻ്റെ പപ്പയ്ക്ക് ചോറും കൂടാനൊക്കെ വെച്ച് കൊടുക്കാൻ എനിക്കറിയാം, അതുമാത്രമല്ല ഒരു 10-25 ആളുണ്ടെങ്കിൽ അവർക്കും ചോറ് വെച്ച് കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന്. പൗലോസ് വേഗം വന്നിട്ട് ആ മീൻ കഷ്ണമൊക്കെ അവിടെ ഇടുന്നുണ്ട്, പാത്രത്തിലിട്ട് കാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എന്ത് മുറിയാടായി മുറിച്ചിരിക്കണേ, ഇത്ര വലിയ കഷ്ണമാണ് ജോലിക്കാരിക്ക് കൊടുക്കണത്, നീ ഇത് കുറേ നാളായില്ലേ ജോലി ചെയ്യണമെന്നിട്ട് നിനക്കൊന്നും അറിയില്ലേ മുറിക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആർക്കും കൊടുക്കണോണ്ടല്ല, പക്ഷേ ഈ കള്ളക്കടത്ത് ശരിയല്ല, അത് ഞാനുള്ളിടത്തോളം ഇവിടെ സമ്മതിച്ച് തരില്ലെന്ന്. എന്നിട്ട് സ്റ്റാൻലിയോട് എന്ന് പറയുന്നുണ്ട്, പപ്പ എന്നോട് ക്ഷമിക്കണം, എനിക്കിതൊന്നും കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല, പപ്പേനെ ചൂഷണം ചെയ്യണത് കണ്ടിട്ട് എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല, അത് ഞാൻ എന്നോടൊന്ന് പറഞ്ഞു വിട്ടാലും ശരി ഞാനത് ചോദ്യം ചെയ്യുന്നു. സ്റ്റാൻലി അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് പോവും. എന്നിട്ട് വല്യപ്പച്ചൻ വന്ന് പൗലോസിനോട് പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് മനസ്സിലായോ അലീന ആരാന്ന്, അവൾ എൻ്റെ മോൻ്റെ മോളാണ്, അത് നീ മനസ്സിൽ ഓർത്ത് വെച്ചോ. എന്നിട്ട് അലീനയുടെ റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട്, അലീന ഞാൻ നിന്നോട് എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ അലീന പറയും, എനിക്ക് ഓർമ്മയില്ല, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പൗലോസായിട്ട് വഴക്കൂടാൻ പോകരുതെന്ന്, കിച്ചണിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേന്ന്. അപ്പോൾ അലീന പറയും, ഞാൻ പൗലോസേട്ടനായിട്ട് വഴക്കൂടാനൊന്നും പോയിട്ടില്ല, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്, കിച്ചണിലേക്ക് പോകരുതെന്ന് പറഞ്ഞോ.
അവൻ്റെ കാര്യമൊക്കെ പൗലോസിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അലീന പറയും പപ്പ നോക്കാമെന്ന് പറഞ്ഞു, പക്ഷെ അത് വേണ്ട രീതിയിൽ നോക്കിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടെന്ന്. നിൻ്റെ അടുത്ത് ഞാൻ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് അർത്ഥം. ലീന പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയും പപ്പാന്ന്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, ഞാനൊരു കാര്യം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതനുസരിക്കണം. നീ അനുസരണക്കേട് കാണിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, അത് പണ്ട് മുതലേ ഇഷ്ടമല്ല. അപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ കൂടി അനുസരണക്കേട് കാണിച്ചാൽ അതെനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അനുസരണക്കേട് കാണിച്ചതല്ല, കിച്ചണിലെ ജോലിക്കാരെല്ലാം ചേർന്ന് പപ്പയെ ചൂഷണം ചെയ്യണം, അതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അവരെല്ലാം ഒരുപാട് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. കേടായ പച്ചക്കറി കുറച്ച് കളഞ്ഞതുകൊണ്ടോ മീനിൻ്റെ തലയും വാലും കുറച്ച് കൂടുതൽ കളഞ്ഞതുകൊണ്ടോ സ്റ്റാൻലി ജോസഫിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് ആദ്യം നീ മനസ്സിലാക്കണം. നോക്കലീന, ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു റൂട്ടീനുണ്ട്. നീ ഒന്നും അതിലിടപെട്ട് വലിയ ലാഭമൊന്നും ഉണ്ടാക്കി തരേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അതിൽ കുറച്ച് നഷ്ടങ്ങളുണ്ടായിരിക്കും, നീ അതിലൊന്നും ഇടപെടും വേണ്ട. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അവർ സന്തോഷമായിട്ട് ജോലി ചെയ്ത് തന്നില്ലെങ്കിൽ നമുക്ക് വെച്ച് തരുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോവും. ഒരു സ്പൂൺ ഉപ്പ് കൂടിയാലോ എരിവ് കൂടിയാലോ തീർന്നില്ലേ, നീ അത് കാരണം അതിലൊന്നും ഇടപെടണ്ട എന്ന് പറയും സ്റ്റാൻലി. ഇവിടുത്തെ അടുക്കള കാര്യം നോക്കാനല്ല ഞാൻ നിന്നെ കൊണ്ടുവന്നത്. നിനക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ വേണം അതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരാം. നിനക്ക് ലോകം ചുറ്റി സഞ്ചരിക്കണോ, ഞാൻ കൊണ്ടുപോവാം. നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ, എന്നാൽ പാസ്പോർട്ട് എടുക്കണം. നിനക്ക് ഡ്രൈവിംഗ് അറിയോ, എന്നാൽ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, ഒക്കെ ചെയ്തു തരാം എന്ന് പറയും. അപ്പോൾ അലീന പറയും, എനിക്കൊന്നും വേണ്ട, ആദ്യം എനിക്ക് ഈ വീട്ടിലെ അടുക്കളയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം മതിയെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെട്ട് നിൻ്റെ വില കുറയ്ക്കരുത്, അതെനിക്കിഷ്ടമല്ല എന്ന്. അപ്പോൾ അലീന പറയാണ്, എൻ്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായി, എന്തായാലും പൗലോസ് ഏട്ടനേക്കാളും താഴെയാണ് എൻ്റെ വില. അപ്പോൾ സ്റ്റാൻലി പറയാണ്, നിൻ്റെ വില അതല്ല, ഞാൻ എൻ്റെ ക്ലബിലും അവിടെയൊക്കെ ഒരു പാർട്ടി നടത്തി അനൗൺസ് ചെയ്യാൻ പോവാണ് നീ എൻ്റെ മകളാണെന്ന്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് സ്റ്റാൻലി പറയും, ഇവിടുത്തെ ജോലിക്കാരോട് ഞാൻ പറഞ്ഞതാണ് ഇനി നീ അവിടെ വന്ന് വഴക്കുണ്ടാക്കില്ല എന്ന്, എന്നിട്ടും നീ അവിടെ പോയി വഴക്കുണ്ടാക്കി. അപ്പോൾ അവരെന്ത് വിചാരിക്കും, ഈ സ്റ്റാൻലി പറഞ്ഞ സ്വന്തം മകൾ പോലും അനുസരിക്കുന്നില്ല എന്ന് വിചാരിക്കില്ലേ. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ആകെ വിഷമം, അലീനയുടെ കണ്ണൊക്കെ നിറയും. എന്നിട്ട് സ്റ്റാൻലിയോട് പറയും, സോറി പപ്പ. അപ്പോൾ അലീന പറയും, സ്റ്റാൻലി പറയും, പോട്ടെ അതൊന്നും സാരമില്ല, പക്ഷേ ഇനി നീ ഇത് ആവർത്തിക്കരുത്. പക്ഷേ പപ്പ ചെയ്യുന്നത് വലിയ തെറ്റാണ്, ഇങ്ങനെ ധാരാളിച്ച് മറ്റൊരു ശ്രദ്ധയില്ലാണ്ട് മുതലൊക്കെ ശ്രദ്ധയില്ലാണ്ട് നോക്കാണ്ട് കളയുന്നത് വലിയ തെറ്റാന്ന് പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുകയാണ്, അതിനെന്തേ, നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, പിന്നെ അപ്പം എന്താന്ന്. അപ്പം അലീന പറയാണ്, ശരിയാണ് പറഞ്ഞത്, നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്കുള്ളത് നമ്മളടുത്ത ഈ ഭൂമിയിൽ നമ്മൾ മരിച്ചാലും ജീവിച്ചാലും ഇവിടെ നിലനിൽക്കുന്നതൊക്കെ നിലനിൽക്കും. പക്ഷെ നമ്മളുള്ള കാലം നമ്മുടെ കയ്യിലുള്ളത് സംരക്ഷിക്കണം, ധാരാളിച്ച് കളയാണ്ട്. അത് വേണ്ടേ, അത് ശരിയല്ലേ പപ്പാന്ന് സ്റ്റാൻലിയോട് ചോദിക്കണം. അപ്പോൾ സ്റ്റാൻലി പറയാണ്, ലോകം നമ്മളില്ലെങ്കിലും എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയിക്കോളും, അതൊന്നും ഓർത്ത് നീ തല പുണ്ണാക്കണ്ടെന്ന്. അപ്പോൾ അലീന സ്റ്റാൻലിയോട് പറയാണ്, ഒരു കാര്യം ശരിയല്ലെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യണ്ടേ പപ്പാന്ന്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, പപ്പ ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം ഈ വീട് എന്നെ ഏൽപ്പിക്കുക, ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാം, പപ്പയുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവും വരാണ്ട് ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം, അടുക്കളയത്തെ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ ഇപ്പോൾ ജോലിക്കാർ ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം കൂടുതലുണ്ടെങ്കിൽ, കാശിൽ മിച്ചം വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് തന്നേക്ക്, അത് എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം ആവുമല്ലോ എന്ന്. അപ്പോൾ സ്റ്റാൻലി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, നിനക്ക് എത്ര രൂപ വേണം, 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, എത്ര വേണമെങ്കിലും ഞാൻ തരാമെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പയുടെ മുതലായാലും ഞാൻ അധ്വാനിക്കാത്ത മുതൽ എനിക്ക് വേണ്ട, ആദ്യം നീ ഞാൻ പറയണത് കേൾക്ക്. ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യം വേണ്ടത് അനുസരണശീലിയാണ്. എന്നെ ധിക്കരിക്കുന്നവരെ എനിക്കിഷ്ടമല്ല, എന്നെ ധിക്കരിക്കുന്നതും എതിർക്കുന്നതെന്ന്. അപ്പോൾ അലീന പറയുകയാണ്, കിച്ചണിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ എന്തോരം തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ടാവുമെന്ന്.
അപ്പോൾ സ്റ്റാൻലി പറയാണ് കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അലീന പറയാണ് കുറച്ച് മുമ്പ് പപ്പ പറഞ്ഞില്ലേ നമ്മൾ സന്തോഷത്തോടെ ജോലിക്കാർ വെച്ച് വിളമ്പി തന്നില്ലെങ്കിൽ അവർ കാപ്പിയിൽ തുപ്പും, ഉപ്പിടും, എന്താ എരിവ് കൂട്ടിയിട്ടെന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് എന്താ ആത്മാർത്ഥതയുള്ളൂ, അങ്ങനെയുള്ളവരൊക്കെ എന്തിനാണ് ജോലിക്ക് നിർത്തുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയണം നീ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട, ഞാൻ ഒരുപാട് വിഭവങ്ങൾ വെച്ച് കണ്ട് തിന്നും ശീലിച്ചതാണ്. അതിലെത്ര എത്ര കഴിക്കുന്നുണ്ടെന്നും എത്ര മിച്ചം കളയുന്നുണ്ടെന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അതൊക്കെ പണ്ട് മുതൽ ഞാൻ അങ്ങനെയാണ്. ഒരുപാട് വിഭവങ്ങളുള്ള തീന്മേശയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നതും. ഇത് കേൾക്കുമ്പോൾ അലീനയുടെ കാര്യം പറയണം. എങ്കിൽ പപ്പ ഇങ്ങനെ ധാരാളിച്ച് കളയുമ്പോൾ ഞാൻ ഒരു ഓർഫണേജിലിരുന്ന് ആരെങ്കിലും എച്ചിലെങ്കിലും കൊണ്ടുവരുന്നത് തിന്നാൻ മോഹിച്ചിട്ട് ഒരു പെൺകുട്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമവും. സ്റ്റാൻലിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അലീനയ്ക്കും അതൊക്കെ ആലോചിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. വളരെ വിഷമത്തോടെയാണ് അലീന അത് പറയുന്നത്. സ്റ്റാൻലി ഇത് കേൾക്കുമ്പോൾ ഒന്നും തിരിച്ച് പറയില്ല. ആളങ്ങനെ നോക്കി നിന്നിട്ട് അലീനനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് സ്റ്റാൻലി തിരിഞ്ഞ് പോവാണ്.